കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ഒരുമിച്ചു ചേർന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർക്കെതിരായി മാധ്യമങ്ങളാകെ നടത്തിയിട്ടുള്ള ആക്രോശം പ്രചാരവേല. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായി മേയറായി ചുമതലയെടുത്ത കാലം മുതൽ കേരളത്തിൻ്റെ വലതുപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വിഷപ്രചാരവേലയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സാധാരണ കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന ഒരു വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തക തലസ്ഥാന നഗരിയുടെ മേയറായത് കേരളത്തിലെ ചില തമ്പുരാക്കന്മാർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ചില മാധ്യമങ്ങൾ ഇപ്പോഴും ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റപ്പോൾ അത് സഹിക്കാനാവാതെ അന്നു മുതൽ അധിക്ഷേപങ്ങളും അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും. അക്കൂട്ടരെ ഇപ്പോൾ ഹരം കൊള്ളിക്കുന്നത് ഇതിനോടകം മലയാളികൾ തിരിച്ചറിഞ്ഞ ചർച്ച ചെയ്തു കഴിഞ്ഞ സംഭവമാണ്. KSRTC ഡ്രൈവറായ ഒരു വികൃത മനസ്കൻ കാണിച്ച നെറികേടാണ് പ്രശ്നം. നടുറോഡിൽ സർക്കസ് കാണിച്ച, ഗതാഗത തടസ്സമുണ്ടാക്കിയ ഡ്രൈവറുടെ നെറികേടിനെ ചോദ്യം ചെയ്തു എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തിരുവനന്തപുരം മേയറെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള കാരണമായി മാറിയത്. ഏതു മലയാളിയും ചെയ്യുന്നതേ തിരുവനന്തപുരം മേയറും ചെയ്തുള്ളൂ. ഒരുപക്ഷെ മേയർ ആയതുകൊണ്ടാവാം ചോദ്യം ചെയ്യലിൽ നിർത്തിയത്. മേയറുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ വൈകൃതം കാണിച്ച ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് സംശയമില്ല. പക്ഷേ വിചിത്രമെന്നേ പറയേണ്ടു. അശ്ലീല ആംഗ്യം കാണിച്ച, ഗതാഗത തടസ്സമുണ്ടാക്കിയ, ഗതാഗതം താറുമാറാകും വിധം മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ച് വാഹനമോടിച്ച, മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിരന്തരം പ്രതിയായിട്ടുള്ള, സംസ്കാരശൂന്യമായ പെരുമാറ്റം കൈമുതലായുള്ള, വഴിയാത്രക്കാരിയായ സ്ത്രീയെ മുണ്ടുപൊക്കി കാണിച്ച കേസിലെ പ്രതിയായ ഈ ക്രിമിനലിനെ ന്യായീകരിക്കാനും ചാനൽ മുറിയിൽ ക്ഷണിച്ചു കൊണ്ടുവരാനും ചർച്ചയിൽ അതിഥിയായി പങ്കെടുപ്പിക്കാനും അയാൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അയാളെ തലയിലേറ്റ് നടക്കാനും കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർക്ക്, ടെലിവിഷൻ അവതാരകർക്ക് ഒരു ലജ്ജയും ഉണ്ടായില്ല എന്ന അവിശ്വസനീയമായ യാഥാർത്ഥ്യമാണ് ഇന്ന് മലയാളിയുടെ മുൻപിലുള്ളത്. ഏറ്റവും വെറുക്കപ്പെട്ടവർ ആരാണ് എന്ന ചോദ്യത്തിന് അത് തങ്ങളാണ് എന്ന് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ വാശിയോടെ ആവർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആര്യ രാജേന്ദ്രൻ കള്ളം പറയുകയാണെന്നും ഡ്രൈവർ ഒരു വിശുദ്ധനാണെന്നുമാണ് ഒരു കൂട്ടം മാധ്യമങ്ങൾ കഥ രചിക്കുന്നത്. ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാത്ത ഒരു കലാകാരി ഏതാനും നാളുകൾക്ക് മുൻപ് തനിക്കുണ്ടായ ദുരനുഭവം, ഇതേ ഡ്രൈവറിൽ നിന്ന് കേൾക്കേണ്ടി വന്ന തെറിയഭിഷേകം വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ വലതുപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഈ കലാകാരിയെയും മേയറോട് ചേർത്ത് അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് തയ്യാറായത്. ഇതാണ് കേരളത്തിലെ വിചിത്രമായ സ്ഥിതി. മുണ്ടുപൊക്കി കാണിക്കുന്നവനെ മുതുകിലേറ്റാൻ ഒരു മടിയുമില്ലാത്ത നെറികെട്ട വികൃത മനസ്കരായി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ മാറി. അറപ്പോടെ ആട്ടിയോടിക്കേണ്ട, വെറുപ്പോടെ അകറ്റി നിർത്തേണ്ട ഏറ്റവും നെറികെട്ട വിഭാഗമാണ് കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ എന്ന് അവർ തെളിയിക്കുകയാണ്. മലയാളി സൂക്ഷിക്കുക. ഇത്തരക്കാരാണ് മാധ്യമപ്രവർത്തകരായി രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ വിരോധം മൂത്ത് ഈ നെറികേട് കാണിച്ച KSRTC ഡ്രൈവറെ കേരളത്തിലെ ഏതെങ്കിലും ടെലിവിഷൻ ചാനലുകൾ അവരവരുടെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുമോ എന്ന് മാത്രമേ ഇനി കാത്തിരുന്ന് കാണാനുള്ളൂ. ഏതായാലും കുറ്റവാളികൾക്കും നെറികേടുകൾ കാണിക്കുന്നവർക്കും ക്രിമിനലുകൾക്കും ഒരു സുവർണ അവസരമാണ് മാധ്യമങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാടിനും വീടിനും വെറുക്കപ്പെട്ടവരായി മാറിയ ഇത്തരം കുറ്റവാളികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിച്ചാൽ മതി, നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ചീത്ത വിളിച്ചാൽ മതി, നിങ്ങളെ തലയിലേറ്റാൻ, നിങ്ങളെ ആഘോഷിക്കാൻ, നിങ്ങളെ ചാനൽ മുറിയിൽ അതിഥിയായി സ്വീകരിക്കാൻ, നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ, നിങ്ങളെ താഴെ വയ്ക്കാതെ ലാളിക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ചിലരുണ്ട്. അതുകൊണ്ട് ക്രിമിനലുകൾക്ക് ആശ്വസിക്കാം, നിങ്ങളോടൊപ്പം മാധ്യമപ്രവർത്തകരുണ്ട് എന്നതാണ് ഈ സംഭവം പകർന്നു നൽകുന്ന സന്ദേശം.